ഇനി ദിവസം കണ്ട വാർത്തകൾ സമഗ്രമായി പരിശോധിക്കാം. ഈ ഒരു മണിക്കൂറിൽ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഗുഡ് നൈറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. മദ്യക്കുപ്പികൾ തിരികെ വാങ്ങുന്ന പദ്ധതി നിർത്തലാക്കി ബെവ്കോ. നാളെ മുതൽ കുപ്പിക്ക് 20 രൂപ ഈടാക്കില്ല. ഇതുവരെ വാങ്ങിയവർക്ക് 20-ാം തീയതി വരെ കുപ്പി തിരികെ നൽകാം. കാലിയായ മദ്യക്കുപ്പികൾ നീക്കം ചെയ്യാത്തത് ബുദ്ധിമുട്ടായതോടെയാണ് പദ്ധതി നിർത്തലാക്കുന്നത്. പ്ലാസ്റ്റിക് മദ്യക്കുപ്പികൾ തിരികെ നൽകിയാൽ 20 രൂപ ഡെപ്പോസിറ്റ് തുക തിരികെ ലഭിക്കുന്നതായിരുന്നു പദ്ധതി. സുനിഷ അയലൂരിന്റെ വിശദാംശങ്ങൾ നൽകാൻ. സുനിഷ, വലിയ പരാതികളൊക്കെ ഉയർന്നതായിരുന്നു ആദ്യഘട്ടത്തിൽ. എന്തായാലും ഇപ്പോൾ ഈ പദ്ധതി, അതായത് മദ്യക്കുപ്പികൾ തിരികെ വാങ്ങുന്ന പദ്ധതി നിർത്തലാക്കുന്നു. ബെവ്കോ തീരുമാനം എങ്ങനെയാണ് നാളെ മുതൽ? ശ്രുതി, അതാണ് ഈ പദ്ധതി തന്നെ നിർത്തലാക്കുന്നു ബെവ്കോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ ഈ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായി കോർപ്പറേഷന്റെ ചില്ലറ വിൽപ്പനശാലകൾ വഴി മദ്യം നൽകുമ്പോൾ ഈ കുപ്പി തിരികെ നൽകിയാൽ 20 രൂപ തിരിച്ചു നൽകുന്ന ഒരു ഡെപ്പോസിറ്റായി 20 രൂപ നൽകുക, അത് തിരിച്ചു നൽകുക എന്നുള്ള രീതിയിലായിരുന്നു ഒരു ക്രമീകരണം ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മാസമാണ് ഈ ഒരു പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. പരീക്ഷണാടിസ്ഥാനത്തിലാണ് കണ്ണൂരിലും തിരുവനന്തപുരത്തും ഇത് കൊണ്ടുവരികയും ചെയ്തത്. എന്നാൽ ഇപ്പോൾ നിരവധി പരാതികൾ, ഈ ശ്രുതി സൂചിപ്പിച്ചതുപോലെ തന്നെ ആ സമയം തന്നെ നിരവധി പരാതികൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിരുന്നു. പക്ഷേ മുന്നോട്ട് പോകുന്ന രീതിയിൽ മുന്നോട്ട് പോകട്ടെ, കൂടുതൽ മറ്റു മദ്യശാലകളിലേക്ക് കൂടി എത്തിക്കാമെന്നുള്ളതായിരുന്നു ആ ഘട്ടത്തിൽ എടുത്തിരുന്ന തീരുമാനം. പക്ഷേ നിലവിൽ ഇപ്പോൾ തീരുമാനം മാറ്റുന്നു ബെവ്കോ എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും നാളെ മുതൽ മദ്യക്കുപ്പികൾ തിരികെ വാങ്ങുന്ന പദ്ധതി ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ്. നാളെ മുതൽ ഇനി ഈ മദ്യക്കുപ്പിക്ക് 20 രൂപ എക്സ്ട്രാ കൊടുക്കേണ്ടി വരില്ല. ഒപ്പം തന്നെ ഒഴിഞ്ഞ മദ്യക്കുപ്പി തിരിച്ചു നൽകുമ്പോൾ 20 രൂപ വാങ്ങുന്ന ഈ പദ്ധതിയും ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ സ്വാഭാവികമായും ഇതുവരെ മദ്യം വാങ്ങിയ ആളുകൾ ഉണ്ടാവും. അവർ കുപ്പി, ഈ QR കോഡ് വെച്ച കുപ്പി അവരുടെ കയ്യിലുണ്ടാകും. അങ്ങനെ കയ്യിലുള്ളവർക്ക് ഈ കുപ്പി അത് ഈ മാസം 20-ാം തീയതി വരെ തിരിച്ചു നൽകാനുള്ള ഒരു സംവിധാനം കൂടി, സമയം കൂടി ബെവ്കോ നൽകുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇത് നിലവിൽ ഇപ്പോൾ മാറ്റാനുള്ളൊരു കാരണമായി ബെവ്കോ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് പദ്ധതി മദ്യശാലകളുടെ പ്രവർത്തനത്തെ ബാധിച്ചു എന്നുള്ളതാണ്. അതായത് ഇത്തരത്തിൽ ഈ കുപ്പികൾ ശേഖരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് വലിയ രീതിയിൽ തന്നെ ബാധിച്ചിട്ടുണ്ട്. യഥാസമയം ഈ ചില്ലറ വിൽപ്പനശാലകളിൽ നിന്നും നീക്കം ചെയ്യാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ കാലി മദ്യക്കുപ്പികൾ. അതുകൊണ്ട് തന്നെ മദ്യം സംഭരിക്കേണ്ട സ്ഥലത്തിന്റെ വലിയൊരു ഭാഗം തന്നെ ഇതിനായി ഉപയോഗിക്കേണ്ടി വന്നിരുന്നു എന്നുള്ളതാണ് ഒരു കാരണമായി പറയുന്നത്. ഒപ്പം ഈ ഉത്സവ സീസണിലടക്കം ആവശ്യത്തിന് സ്റ്റോക്ക് സംഭരിക്കുന്നതിനെല്ലാം ഈ കടുത്ത തടസ്സങ്ങൾ ഈ കാലിക്കുപ്പി സൃഷ്ടിച്ചു എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ ഈ ബെവ്കോ പറയുന്നത്. ഉപഭോക്താക്കളുടെ തിരക്കിനിടയിലും കാലിക്കുപ്പികൾ ശേഖരിക്കുക, കൈകാര്യം ചെയ്യുക എന്നതൊക്കെ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അമിതമായ ജോലിഭാരം ഉണ്ടാക്കി എന്നുള്ളത് കൂടി പറയുന്നു. ഒപ്പം ഈ പ്ലാസ്റ്റിക് കുപ്പികൾ ഈ ബെവ്കോയുടെ ഔട്ട്ലെറ്റുകൾക്ക് സമീപത്ത് തന്നെ ഇട്ട് പ്ലാസ്റ്റിക് മാലിന്യം ഉണ്ടാകുന്ന ഒരു പ്രശ്നം കൂടി ചൂണ്ടിക്കാണിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ തന്നെ നിൽപ്പനടിയൊക്കെ പറഞ്ഞതാണ്. പലരും ഈ കുപ്പി വീട്ടിലെത്തി തിരിച്ചു കൊണ്ടുപോകാനുള്ള ഒരു മടി കാരണം അവിടെ നിന്ന് തന്നെ കുടിച്ച് കുപ്പി കൊടുക്കുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇതെല്ലാ സാഹചര്യങ്ങളും പരിഗണിച്ചുകൊണ്ടാണ് നിലവിൽ ഇപ്പോൾ ഈ പദ്ധതി നിർത്തലാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ബെവ്കോ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പോസ്റ്റർ അത് നാളെ മുതൽ ബെവ്കോ ഔട്ട്ലെറ്റുകൾക്ക് മുന്നിൽ പതിപ്പിക്കണമെന്നൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. അതായത് നാളെ മുതൽ ഈ പദ്ധതി ഉണ്ടാകില്ല. ഈ കുപ്പികൾ കൈവശമുള്ളവർക്ക് 20-ാം തീയതി വരെ ഇത് തിരികെ നൽകാമെന്നുള്ളതാണ് ബെവ്കോ അറിയിക്കുന്നത്. ശ്രുതി, ഓക്കെ, എന്തായാലും നാളെ മുതൽ പദ്ധതി ഉണ്ടാകില്ല. നാളെ മുതൽ കുപ്പിക്ക് 20 രൂപ ഈടാക്കില്ല. ഇതുവരെ വാങ്ങിയവർക്ക് 20-ാം തീയതി വരെ കുപ്പി തിരികെ നൽകാം. വിശദാംശങ്ങളാണ് സുനിഷ അയലൂർ നൽകിയത്.